കൂട്ടുകാരെ നമസ്കാരം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് കൂത്താട്ടുകുളം രാമപുരം റൂട്ടിലാണ്. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കർഷകരായ കൂട്ടുകാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടൊരു വീഡിയോ കേട്ടോ ഇത്. ഒരു കാർഷിക നേഴ്സറി ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോവാണ്. കൂത്താട്ടുകുളത്തിന് സമീപം കൂത്താട്ടുകുളം രാമപുരം റൂട്ടിലാണ്. വലിയ കളപ്പുരയിൽ കാർഷിക നേഴ്സറി എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ ഇന്ന് ആ നേഴ്സറി ഒന്ന് പരിചയപ്പെടുത്താവേ. ഇപ്പൊ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ ഇവിടെ ഉണ്ട്. ജോഷി എന്നാണ് ചേട്ടായുടെ പേര്. നമുക്ക് ഈ സ്ഥാപനത്തിന്റെ ഇവിടെ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്, എന്തൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുമെന്ന് ആ ചേട്ടായുടെ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവേ. നമസ്കാരം. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ കൂട്ടുകാരോട്? പിന്നെ നമ്മള് ഇവിടെ മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ്. അതിനുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളുണ്ട്. അതിനകത്ത് പ്രത്യേകത നമ്മള് മാക്സിമം വലിപ്പമുള്ള തൈകളും കേട് തീർന്ന തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കുന്ന പ്ലാന്റുകൾക്ക് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിച്ച് കായ്ച്ചു തുടങ്ങിയതിന്റെ തൈകളൊക്കെ ഉണ്ടാക്കിയാണ് നമ്മൾ അധികം കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുള്ള തൈകൾ മാത്രം. ഇവിടെ കായ്ക്കലെന്ന് തോന്നുന്ന തൈകളൊന്നും നമ്മുടെ നാട്ടിൽ കായ്ക്കാത്ത തൈകളൊന്നും നമ്മളിവിടെ വിതരണം ചെയ്തില്ല. ഇവിടെ തന്നെ ഒരുവിധം മാവുകളെല്ലാം മാങ്ങയൊക്കെ തീർന്നിരിക്കുക, പഴം തീർന്നിരിക്കുക. ചുരുക്കം മാവുകൾ മാത്രമേ ഇപ്പോൾ പഴത്തിന്റെ സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ. ഇതുണ്ടോ? നാരങ്ങ ഉണ്ടോ ചേട്ടാ? ഈ നാരങ്ങ ഇതെന്തിനാ? ഇത് സീഡ്ലെസ് ലെമൺ. ഇത് വിദേശ രാജ്യങ്ങളിലെല്ലാം നന്നായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞത്. ഇത് കൊല കുത്തി കായ്ക്കും. ഇത് ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു 5-6 ഗ്ലാസ് വെള്ളം വരെ കൊടുത്താണെങ്കിൽ ഒരു 5-6 ഗ്ലാസ് വെള്ളം എടുക്കാൻ പറ്റും. എല്ലാം സീഡില്ല, വളരെ ഒരു ടേസ്റ്റിയാണ്. ഇത് സ്റ്റാർ ഹോട്ടലിലെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞത്. നമ്മുടെ ഇവിടെ കാഴ്ച റെഡ് ലെമൺ ആണ്. ഇത് ഇതിന്റെ അകവും പുറവും നല്ല റെഡ് കളറാവും. അതിന് കൊല കുത്തി കായ്ക്കുകയും ചെയ്യും. നല്ല ജ്യൂസിയാണ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് റെഡ് ലെമൺ എന്ന് പറഞ്ഞത്. ഇത് മൽഗോവയാണ്. ഇത് ഡ്രമ്മിനകത്ത് മാവാണിത്. ഇതിവിടെ നിറയെ കൊല കുത്തി കായ്ച്ച വൈറ്റ് ഞാവല. ഇതിന്റെ ഫ്രൂട്ടെല്ലാം തീർന്നിരിക്കുന്ന സമയമാണ്. ഇതിന്റെ ധാരാളം തൈകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് വളരെ എടുത്തു പറയേണ്ട ഒരു ചെടിയാണ്. മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്കാവ. ഇത് നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊരു 30 ദിവസത്തിനുള്ളിൽ ഈ തടികൾ നിറച്ച് മരമുന്തിരി ജബോട്ടിക്കാവ എന്ന് പറഞ്ഞത്. ഇതെല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കെല്ലാം ഇതൊരു പോട്ടിനകത്ത് തന്നെ സെറ്റ് ചെയ്യാവുന്ന വെറൈറ്റിയാണിത്. എസ്കാർലറ്റ് ഉണ്ട്, റെഡ് ഹൈബ്രിഡ് ഉണ്ട്, റിക്കോസി ഉണ്ട്, സബാറയുണ്ട്, അങ്ങനെ പല വെറൈറ്റികൾ. ഇതായി നമ്മുടെ ഇവിടെ കായ്ച്ചതാണ് ഈന്തപ്പന. മരുഭൂമിയിൽ മാത്രം വളർത്തിയിരുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഇത് തന്നെ ഇതൊരു കുള്ളം വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ഇത് ഓറഞ്ച് ആണ്. ബുഷ് ഓറഞ്ച് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ഇത് ഇതുപോലെ വെള്ളമായിട്ട് നമുക്ക് പിഴിഞ്ഞു കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിലൊക്കെ ഫലമായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് മുഴുവൻ തൈകളാണ്. മാവ്, പ്ലാവ്, കമുക്, എല്ലാ തരം തൈകളും ഉണ്ട് ഇവിടെ. ഇത് ജംബോ സപ്പോർട്ടാണ്, തായ് ജംബോ സപ്പോർട്ടാന്ന് പറയും. വലിയ പ്ലാന്റ് വേണ്ടവർക്ക് ഇതെല്ലാം കാഴ്ച പ്ലാന്റുകളാണ്. ഒരു ചെറിയ പൊതിച്ച തേങ്ങയുടെ അത്രയും വലുപ്പമാകുന്നതാണ്. ഇതിനകത്ത് വലുതുള്ളതെല്ലാം തീർന്ന ഇപ്പം അടുത്ത ട്രിപ്പ് കായ്ച്ചു കിടക്കുക. ഇപ്പോൾ ഇതിന്റെ ചെറിയ തൈകളും നമുക്കിവിടെ ധാരാളമായിട്ടുണ്ട്. ഇത് കോശേരി മാവാണ്. കോശേരി മാവ് കായ്ച്ചതാണ്. ഇതിൽ കോശേരി മാങ്ങയ്ക്ക് മൂപ്പ് കൂടുതലുണ്ട്. ഇത് നല്ല വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് കോശേരി മാങ്ങ. അതൊരു 2 കിലോയോളം അടുത്ത് മാങ്ങയ്ക്ക് വലിപ്പം വെക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് കോശേരി മാങ്ങ. ഇത് തായ്ലൻഡ് കാറ്റുമൂൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിന് മാങ്ങാണ്ടി തീരെ ചെറുതായിരിക്കും. അതായത് സീഡ് തീരെ ചെറിയ ബ്ലേഡ് കാണാനുള്ളൂ. നല്ല മാംസമായിട്ടുള്ള അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് തായ്ലൻഡ് കാട്ടുമൂൺ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. ഇത് ഹിരഹള്ളി എന്ന് പറഞ്ഞ കുള്ളം വെറൈറ്റി കവുങ്ങാണ്. ഇതാണ് യഥാർത്ഥ കുള്ളം കവുങ്ങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വീടുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഷോയ്ക്ക് വേണ്ടി വെക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് ധാരാളം അടയ്ക്ക ഉണ്ടാവുമെങ്കിലും മറ്റുള്ള കവുങ്ങിനെ അപേക്ഷിച്ച് ഇതിന് അടയ്ക്ക കുറവായിരിക്കും. പക്ഷേ ഇതിൻ്റെ അടയ്ക്കയ്ക്ക് നല്ല വിലയുണ്ട്. എല്ലാവരും വീട്ടിലെ ഷോയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു വെറൈറ്റി ഹിരഹള്ളി എന്ന് പറഞ്ഞ ഉള്ള കവുങ്ങ്. ഇത് ഇസ്രായേൽ അത്തിയാണ്. ഇതിവിടെ നന്നായിട്ട് കായ്ച്ചതാണ്. കായൊക്കെ തീരാറായി. ചുരുക്കം കായ ഇതിനകത്തുള്ളൂ. നല്ലൊരു വെറൈറ്റിയാണ്. നമുക്ക് പ്രോസസ് ചെയ്യാതെ തന്നെ
ഡയറക്റ്റ് ഉപയോഗിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ഇസ്രായേൽ തീർന്നിയുടെ പഴം. അതുകൊണ്ട് ഇത് കാഴ്ച സ്വീറ്റ് അമ്പഴാണ്. ഇത് അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും പഴമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ പറ്റിയൊരു വെറൈറ്റിയാണിത്. നമ്മുടെ ഇവിടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കും. ഇതിൻ്റെ പഴത്തിന് നല്ല മധുരമായിരിക്കും. ഇതിൻ്റെ ധാരാളം തൈകൾ നമുക്കിവിടെ ഉണ്ട്. ഇതിവിടെ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ബഡ് ചെയ്യിപ്പിച്ചിരിക്കുന്ന നല്ല വെറൈറ്റിയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ ആളെ നിർത്തി ബഡ് ചെയ്യിപ്പിക്കുന്ന ജാതി തൈയാണ്. ഇത് കാട്ടുജാതിയെ ബഡ് ചെയ്തതാണ്. 2-3 തട്ടായതുകൊണ്ട് ഇത് നാടൻ ജാതിയെ ബഡ് ചെയ്തത്. നാടൻ ജാതിയെ ബഡ് ചെയ്ത് കായ്ച്ചു തുടങ്ങിയത് വരെയുണ്ട്. പൂത്തത് കായ്ച്ചതൊക്കെ. ഇത് കായ്ച്ചു തുടങ്ങിയില്ലേ? ഇത് കായ്ച്ചു തുടങ്ങിയതായിട്ട് അപ്പുറത്തെല്ലാം പൂത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള തൈകൾ നമുക്ക് ഈ നഴ്സറിയിൽ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി കൊടുക്കാൻ പറ്റും. ഉള്ള ഗ്യാരണ്ടികൾ നമ്മളിവിടെ തന്നെ സഹിക്കണമായിക്കണോണ്ട്. കൂടാതെ ഇതൊക്കെ പൂത്ത് തുടങ്ങി. ഇത് കണ്ടോ, പൂത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കായ ഉണ്ടാകാനായിട്ട് പൂത്തിട്ടുണ്ട്. സബാറ എന്ന് പറഞ്ഞ മരമുന്തിരിയുടെ ഏറ്റവും ടേസ്റ്റുള്ള വെറൈറ്റിയായ സബാറയുടെ വലിയ തൈകൾ 5 വർഷം കഴിഞ്ഞ പ്ലാന്റുകളാണ് ഈ നിൽക്കണമല്ല. ഇത് ലോങ്ങൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ലോങ്ങൻ അതിൽ 4 സീസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നന്നായിട്ട് കായ്ക്കും. ഒരു വർഷത്തിൽ തന്നെ പലതവണ കായ്ക്കും. ഒരു ട്രിപ്പ് തീർന്നിട്ട് അടുത്ത് പൂത്തോണ്ടിരിക്കുക. കുറെ കായ്ച്ചതുണ്ട്. കായായി പഴുത്തുമില്ല, പഴമായി വരുന്നുള്ളൂ. ആദ്യം പഴുത്ത നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ഇത് കൊക്കോ കൃഷിക്കാർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത്. ഇത് ഹൈബ്രിഡ് കൊക്കോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മുഴുത്ത ചക്കക്കുരു കഴിഞ്ഞും വലിപ്പം ഉണ്ടാവും. ഇതിനകത്തെ പരിപ്പിന് ഒരു കാ പൊട്ടിച്ചാൽ മിനിമം ഒരു 400 ഗ്രാമെങ്കിലും ഉണ്ടാവും, കായ ഉണ്ടാവും. അതുപോലത്തെ വലിയ കായും നല്ല വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകൾ നമ്മളിവിടെ ധാരാളമുണ്ട്. ആവശ്യക്കാർ നഴ്സറി ആയിട്ട് ബന്ധപ്പെടാം. ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി മാവാണ് നാംഡോക് മൈ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നിറയെ കായ്ച്ചതാണ്. ഇതിൻ്റെ പഴങ്ങളെല്ലാം ഇപ്പം തീർന്നിരിക്കുക. ഇതിൻ്റെ ധാരാളം തൈകൾ, ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം തൈകൾ നമുക്കിവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഇത് കമ്പോഡിയൻ ചായക്കാണ്. ഇത് നിറയെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ചകയെല്ലാം തീർന്നു. ഇപ്പം ലാസ്റ്റ് ഒരെണ്ണം വന്ന് കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇട്ട് തീർന്നതാണ്. ഇതിൻ്റെയൊക്കെ നിരവധി തൈകൾ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി തൈകൾ നമുക്ക് ഈ നഴ്സറി ഉണ്ട്. ഇത് മൾട്ടി ഗ്രാഫ്റ്റ് മാവ. ഇതിനകത്ത് നാംഡോക്നായി ഉണ്ട്, കാലാപ്പാടിയുണ്ട്, കോട്ടൂർക്കോണമുണ്ട്, കൊളമ്പുണ്ട്, തായ്ലൻഡ് കാട്ടിമുണ്ട്. ഇങ്ങനെ 8 വെറൈറ്റി. ഒരു മാവിൽ തന്നെ 8 വെറൈറ്റി. ഒരു മാവിൽ നിന്ന് നമുക്ക് 8 മാങ്ങ പഴം കഴിക്കാവുന്ന രീതിയിലുള്ള മാവാണ്. ഇത് അവക്കാഡോയുടെ വലിയ തൈയാണ്. ഇതിൻ്റെ ചെറുതായിട്ടുള്ള തൈകൾ നമുക്കിവിടെ കൊടുക്കാനുണ്ട്. നമ്മുടെ ഇവിടെ കായ്ക്കണ തന്നെ വെറൈറ്റിയാണിത്. ഒരു പുതിയ വീട് വെക്കുന്നവർക്ക് അതിൻ്റെ ഫ്രണ്ടിലൊരു നല്ലൊരു വെറൈറ്റി വലിയ സൈസ് തൈകൾ പ്ലാന്റുകൾ എന്തെങ്കിലും വെക്കണം എന്നുള്ളവർക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇത് മുഴുവൻ റംബുട്ടാൻ്റെ കായ്ച്ച സൈസ് വെറൈറ്റികളാണ്. കായ്ച്ച ഉണ്ട്, അല്ലാത്തതുമായിട്ടുള്ള വലിയ സൈസ് തൈകൾ വേണമെന്നുള്ളവർക്ക് ഇവിടെ ധാരാളം തൈകളുണ്ട്. റംബുട്ടാനുണ്ട്, മാവുണ്ട്, എല്ലാ വെറൈറ്റീൻ്റെ വലിയ തൈകളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ളത്. ഇത് മാങ്കോസ്റ്റിൻ്റെ കായ്ക്കാറായ പ്ലാന്റാണ്. ഇതിൻ്റെ 3-4 അടി ഹൈറ്റുള്ള പ്ലാന്റുകൾ നമുക്കിവിടെ ഉണ്ട്. ചെറിയ തൈകൾ മുതലുള്ളതുണ്ട്. 4-5 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റുകൾ നമുക്കിവിടെ ഉണ്ട്. ഇത് പുലാസാൻ്റെ ഇവിടെ കായ്ച്ചതാണ്. ഇത് നിറയെ കായ ഉണ്ടായിരുന്നു. കായെല്ലാം പറിച്ച് തീർന്നതാണ്. നല്ല റംബുട്ടാൻ കഴിഞ്ഞ് നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് പുലാസാൻ എന്ന് പറഞ്ഞാൽ. അതിന് മാർക്കറ്റുണ്ട്. പിന്നെ വാവലിൻ്റെ ശല്യമൊക്കെ തീരെ കുറവുള്ളൊരു വെറൈറ്റിയാണ് പുലാസാൻ എന്ന് പറഞ്ഞത്. ജംബോ സപ്പോട്ടയുടെ വലിയ ടൈപ്പാണ്. അതായത് തായ് ജംബോ എന്ന് പറയും. വലിയ കായാണ്. ഒരു ചെറിയ പൊതിച്ച തേങ്ങയുടെ അത്രയും വലിപ്പമുള്ള കായായിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ്. നല്ല വെറൈറ്റി കരിമുണ്ട എന്ന കൊടിയുടെ തൈയാണ്. നമ്മൾ ഇവിടെ ഇതെല്ലാം ഓരോ കവറിലും 3, 4, 5 തൈ വീതമുണ്ട്. ഇത് കൊണ്ടുവെക്കുന്നവർക്ക് ഏറ്റവും ലാഭകരമാണ്. സാധാരണ ഒരു തൈ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മളിവിടെ ഈ 3, 4 ഉള്ള തൈകൾ കൊടുക്കുന്നത്. ഇതൊരു വെറൈറ്റി പ്ലാവാണ്. വെറൈറ്റി പ്ലാവ് എന്ന് വെച്ചാൽ സീഡ്ലെസ് ആൻഡ് ഗംലെസ്സാണ്. ഇതിപ്പോൾ 5 വർഷം കഴിഞ്ഞതാണ്. ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇപ്പം ഈ വർഷമാണ് ആദ്യമായിട്ട് കായ്ക്കുന്നത്. ഇതിൻ്റെ പകുതി മുക്കാലും നമ്മൾ വെട്ടിക്കളഞ്ഞ കായ്ക്കാന്നുള്ള രീതിയിൽ ചുരുക്കം സ്ഥലങ്ങളിലേ ഇത് കായ്ച്ചിട്ടുള്ളൂ. പക്ഷേ എന്നാൽ
വളരെ ടേസ്റ്റാണ്. പൈനാപ്പിൾ കഴിക്കും പോലെ ചെത്തി കഴിക്കാം. അതിനകത്ത് ചെറിയ ചെറിയ സീഡുകൾ പേട്ടുകുരുകളെ കാണുള്ളൂ. ബാക്കിയുള്ള എല്ലാം നമുക്ക് മൊത്തം കഴിക്കാവുന്നത്. പുറമേ ഉള്ള മടലും പൂഞ്ചും കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ നമുക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ ചകിണി സഹിതം കഴിക്കാവുന്നത്. അത്ര ടേസ്റ്റുമാണ്, നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. കൂട്ടുകാരന്മാരെ, നമ്മുടെ ചേട്ടായുടെ നേഴ്സറി കണ്ടല്ലോ, അടിപൊളിയല്ലേ? ഫലവൃക്ഷ തൈകള്, അതുപോലെ ചെടികള്, ഗ്രോ ബാഗുകള്, ചെടികള് എല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. എല്ലാ തരത്തിന്റെയും വലിയ തൈകളും ഇവിടെ അവൈലബിൾ കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയതേ തൊട്ട് നട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ചെലവാണ പൈസ എല്ലാം നമുക്ക് ഇവിടെ വലിയ തൈയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ കർഷകരായ കൂട്ടുകാർക്ക് ദൂരെ എങ്ങും പോകണ്ട, നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ നമുക്ക് ഇതൊക്കെ കിട്ടും കേട്ടോ. ഇതിന്റെ തൊട്ടപ്പുറം എറണാകുളം ജില്ല കേട്ടോ. രണ്ടിന്റെയും ബോർഡർ അത്. ഈ നേഴ്സറി എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയുടെ എറണാകുളം ജില്ലയുടെ ബോർഡർ ആണ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ എറണാകുളം ജില്ല സ്റ്റാർട്ട് ചെയ്യുവാണേ. പെരുങ്കുറ്റിക്ക് അടുത്താണ്. കൂത്താട്ടോളത്തു നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാറി പെരുങ്കുറ്റിയിലാണ് നമ്മുടെ താമരക്കാട് പെരുങ്കുറ്റിയിലാണ് നമ്മുടെ ഈ നേഴ്സറി ഉള്ളത്. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പരിമിതി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല. അതിലും ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് വിസ്തൃതമായി കിടക്കുന്ന ഒരു കാർഷിക നേഴ്സറി തന്നെയാണ് ഇത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടായി ഇവിടെ നട്ട് പിടിപ്പിച്ച് അതിന്റെ ഫലം ഉണ്ടായിട്ട് ശേഷമാണ് ചേട്ടൻ അത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഗ്യാരണ്ടി ഉള്ള തൈകളാണ് നമുക്ക് ഇവിടുന്ന്, അതുപോലെ പ്ലാന്റുകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക, വന്ന് വാങ്ങുക. നല്ല തൈകൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ.